കേരളം ഏറെ ചർച്ച ചെയ്ത സിൽവർ ലൈൻ പദ്ധതി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്നാൽ ഇത്തവണ അത് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ പിടിവാശിയും പ്രായോഗികതയില്ലാത്ത നിലപാടുകളും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ തുറന്നു കാട്ടിയതിനാലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തേക്ക് അതിവേഗം എത്താൻ സിൽവർ ലൈൻ വേണമെന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് കേന്ദ്രം അംഗീകരിക്കാത്തത്? എന്താണ് ഈ പദ്ധതിയിലെ യഥാർത്ഥ കുരുക്ക്? നോക്കാം. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. സിൽവർ ലൈൻ ഒരു സ്വതന്ത്ര സംരംഭമായി മാറ്റാനാണ് കേരളത്തിന് താല്പര്യം. അതായത് നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ഇതിന് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ഇത് വലിയൊരു സാങ്കേതിക വിഡ്ഢിത്തമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുമായി ചേർന്ന് DPR പുതുക്കാൻ കേന്ദ്രം പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ റിപ്പോർട്ടിൽ തന്നെ തൂങ്ങിക്കിടക്കാനാണ് കേരള സർക്കാരിന് താല്പര്യം. നിലവിലെ ബ്രോഡ് ഗേജ് പാതകൾക്ക് പകരം സ്റ്റാൻഡേർഡ് ഗേജ് മതിയെന്ന കേരളത്തിന്റെ വാശി പദ്ധതിയെ ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെടുത്തും. ഇത് ഭാവിയിൽ ചരക്ക് നീക്കത്തിനോ മറ്റ് ട്രെയിനുകൾക്ക് ഉപയോഗിക്കാനോ കഴിയില്ല. കേരളം ഇന്ന് കടക്കെണിയിലാണ്. ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം. ഏകദേശം 64,000 കോടി രൂപ ചിലവ് വരുന്ന ഈ പദ്ധതിക്കായി വാശി പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറയുന്നത് വളരെ ലളിതമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റെയിൽവേ ശൃംഖലയുമായി ഇഴകിച്ചേരുന്ന പദ്ധതി വേണം. എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് വിദേശ വായ്പകൾ എടുത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യത തലയിലേറ്റാനാണ്. കേന്ദ്രം ഇതിനെ എതിർക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം കൂടി മുൻനിർത്തിയാണ്. സിൽവർ ലൈനിന് പകരമായി കേരളം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ശ്രീധരനെ പോലുള്ള വിദഗ്ധരുടെയും നിരന്തരമായ ഇടപെടലുകളുടെ ഫലമാണ്. അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ റെയിൽവേ പാതകൾ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലേക്ക് നവീകരിക്കാൻ കേന്ദ്രം 7 റൂട്ടുകളിൽ സർവേ അനുവദിച്ചു കഴിഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനുകൾ വിജയകരമായി ഓടുന്ന കേരളത്തിൽ നിലവിലെ പാതകൾ നവീകരിക്കുകയും 3ഉം 4ഉം വരികൾ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രായോഗികം. ഭൂമി ഏറ്റെടുക്കൽ കുറച്ചുകൊണ്ട് കുറഞ്ഞ ചിലവിൽ വേഗത ഉറപ്പാക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ വികസന നയം. ജനങ്ങളുടെ ഭൂമിയിൽ മഞ്ഞക്കല്ലിട്ട് അവരെ ഭീതിയിലാഴ്ത്തിയ ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. വികസനം വേണം, പക്ഷെ അത് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചും കടക്കെണിയിലാക്കിയും ആകരുത്. കേരള സർക്കാർ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്രം നോക്കുന്നത് അതിന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ സുസ്ഥിരതയാണ്. റെയിൽവേ മന്ത്രിയുടെ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി ഒരിക്കൽ കൂടി പുറത്തായിരിക്കുകയാണ്. വികസനം എന്നത് വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ആർഭാട പദ്ധതികളോ മാത്രമല്ല, അത് സാധാരണക്കാരന് ഉപകാരപ്പെടുന്നതും സുരക്ഷിതവുമാകണം. സിൽവർ ലൈൻ എന്ന പിടിവാശി ഉപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുമായി സഹകരിക്കാൻ കേരളം തയ്യാറായാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് യഥാർത്ഥ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. കേരളം ഇന്ന് പരിസ്ഥിതി ലോലമായ ഒരു സംസ്ഥാനമാണ്. പ്രളയവും ഉരുൾപൊട്ടലും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സിൽവർ ലൈനിന് വേണ്ടി കേരളത്തെ നെടുകെ മുറിച്ചുകൊണ്ട് കൂറ്റൻ മതിലുകൾ പണിയുമ്പോൾ അത് പ്രകൃതിദത്തമായ നീരൊഴുക്കിനെ തടയുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ മുന്നോട്ടു പോകാനായിരുന്നു സംസ്ഥാനത്തിന്റെ നീക്കം. പരിസ്ഥിതി പഠനം പോലും കൃത്യമായി നടത്താതെ ഇത്രയും വലിയ പ്രത്യാഘാതമുള്ള ഒരു പദ്ധതിക്ക് കേന്ദ്രം എങ്ങനെ അനുമതി നൽകും? ഇന്ത്യൻ റെയിൽവേ മുഴുവൻ ബ്രോഡ് ഗേജിലേക്ക് മാറുമ്പോൾ കേരളം മാത്രം എന്തിനാണ് സ്റ്റാൻഡേർഡ് ഗേജ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിലായാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രെയിനുകൾക്കോ ചരക്ക് വണ്ടികൾക്കോ ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് ലാഭകരമാകില്ല എന്ന് ഉറപ്പാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയതും ഈ സാങ്കേതിക പ്രശ്നമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി സിൽവർ ലൈനിനെ മാറ്റിയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. എന്നാൽ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. സിൽവർ ലൈൻ പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ കേരള സർക്കാരിന് കേന്ദ്രത്തിന്റെ വഴിയിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന ആശയത്തിന് കേരളം അംഗീകാരം നൽകിയത്. മെട്രോമാൻ ശ്രീധരൻ പണ്ടേ നിർദ്ദേശിച്ച കാര്യമാണിത്. ആധുനിക ബ്രോഡ് ഗേജ് പാതകൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട റെയിൽവേ സൗകര്യം ഒരുക്കുക എന്നതാണ് കേന്ദ്ര നയം. അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ പറഞ്ഞത് വ്യക്തമാണ്. DPR മാറ്റാൻ തയ്യാറാകാതെ സംസ്ഥാനത്തിന്റെ പിടിവാശിയാണ് വികസനത്തിന് തടസ്സം. കേന്ദ്ര സർക്കാർ തുക അനുവദിക്കാൻ തയ്യാറാണ്, പക്ഷെ അത് സുതാര്യവും സാങ്കേതികവുമായി മാറണം. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ഒപ്പമാണ് കേന്ദ്രം, എന്നാൽ അനാവശ്യമായ ദൂരത്തിനും ജനവിരുദ്ധമായ നയങ്ങൾക്കും ഒപ്പമല്ല. 64,000 കോടി രൂപ എന്നാണ് സർക്കാർ പറയുന്ന ചിലവെങ്കിലും നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഇത് 1,00,000 കോടിക്ക് മുകളിൽ വരും. ശമ്പളം കൊടുക്കാനും ക്ഷേമ പെൻഷൻ നൽകാനും പണമില്ലാത്ത ഒരു സംസ്ഥാനം.
ഇത്രയും വലിയ കടബാധ്യത വരും തലമുറയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് എന്തിനാണ്? കേന്ദ്രം ഈ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കാത്തത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതിരിക്കാനാണ്. ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ആർഭാട പദ്ധതികൾക്ക് പിന്നാലെ പോകുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നാം കാണുന്നത്. കേരളത്തിന്റെ പൊതുകടം കോടികൾ കടന്നിരിക്കുകയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ ട്രഷറി പൂട്ടിയിടുമ്പോഴും സിൽവർ ലൈൻ എന്ന വെള്ളയാണിക്ക് വേണ്ടി കോടികൾ ചിലവാക്കി വിദേശ യാത്രകൾ നടത്തുന്ന പിണറായി വിജയൻ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ ദൂർത്തിനെയാണ് കേന്ദ്ര സർക്കാർ തടയുന്നത്. കേരളത്തെ കടക്കെണിയിലാക്കി തകർക്കാൻ നോക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. മോദി സർക്കാർ കേരളത്തിനായി നൽകുന്ന റെയിൽവേ വികസനങ്ങളെയും വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളെയും തന്റെ അക്കൗണ്ടിലാക്കാൻ മുഖ്യമന്ത്രി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലെത്തിയപ്പോൾ അതിനെ പരിഹസിച്ച ഇടത് നേതാക്കളുടെ വായടിപ്പിച്ചത് ജനങ്ങളുടെ പ്രതികരണമാണ്. കേന്ദ്രം റെയിൽവേ വികസനത്തിന് പണം നൽകുമ്പോൾ അത് തന്റെ കഴിവുകേട് മറയ്ക്കാൻ ഉപയോഗിക്കുന്ന പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം കേരളം തിരിച്ചറിയുന്നുണ്ട്. ഈ ചർച്ചകളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരഭിമാനവും പ്രായോഗികതയില്ലാത്ത പിടിവാശികളുമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.